വയനാട്ടിലെ ചൂരൽമലയിൽ ഇപ്പോഴും അന്വേഷിക്കുന്ന കാണാതായ മരണത്തിന് കീഴടങ്ങിയ ശരീരഭാഗങ്ങൾ പൂർണ്ണമായി തിരിച്ചു കിട്ടാത്ത നൂറുകണക്കിന് മനുഷ്യരുടെ നിലവിളി മാറാത്തൊരു നാട്ടിൽ നിന്നാണ് 30-ാം തീയതി രാവിലെ എയർക്രാഫ്റ്റിൽ പോയതിന് ശേഷം ഞാൻ ഇന്നലെ തൃശ്ശൂരിലേക്ക് വരുന്നത് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വല്ലാത്ത പകലും രാത്രിയും മനുഷ്യനായി ജീവിച്ചതിലും ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിലുമൊക്കെ നാം അഭിമാനം കൊള്ളുമ്പോൾ ഇത്തരം ദുരന്തഘട്ടങ്ങൾ കാണാതെ പോകട്ടെ എന്ന്, ഒരിക്കലും കാണാതിരിക്കണമേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങൾ. 30-ാം തീയതി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എയർക്രാഫ്റ്റ് ബുക്ക് ചെയ്ത് ഞാനും ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസും ശ്രീ OR കേളുവും 3 മന്ത്രിമാർ, ആ ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി AK ശശീന്ദ്രനും കൂടി അങ്ങോട്ടെത്തുമ്പോൾ ഒരുപക്ഷെ നാട് ഇതുപോലെ തിരിച്ചു പിടിക്കാനാകുമെന്ന് പോലും ഞങ്ങൾ കരുതിയതല്ല. കാലെടുത്ത് വെച്ച് ചവിട്ടുന്ന ഇടങ്ങളിലെല്ലാം മൃതശരീരങ്ങളും മൃതശരീര ഭാഗങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു നാട്. ഒരുപക്ഷെ ലോകം കണ്ടതിൽ ഏറ്റവും ശ്രദ്ധേയമായ മനോഹരമായ 7:30 മണിക്കു തന്നെ കോടമഞ്ഞിറങ്ങി സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ സന്തോഷിപ്പിച്ചിരുന്ന ചൂരൽമലയിലെ പുഞ്ചിരിമറ്റവും മുണ്ടക്കയും അട്ടാമലയും ആറാമലയും ചൂരൽമലയുടെ വിശിഷ്യമായ ഭാഗങ്ങളും ഇന്നില്ല. 3 ഗ്രാമങ്ങൾ സമ്പൂർണമായി മരണത്തിനും പ്രകൃതിയുടെ കലിതുള്ളലിനും വിധേയമാകേണ്ടി വന്ന 3 ഗ്രാമങ്ങളിലൂടെ ഉള്ള യാത്ര. ഗായത്രി പുഴ കരകവിഞ്ഞ് സംഹാരരുദ്രയായി ഒഴുകുന്നതിനപ്പുറത്ത് മൃതശരീരങ്ങളുടെ നടുവിൽ ജീവനോടെ കാത്തു നിൽക്കുന്ന 1000-ഓളം പേരെ ഇക്കര കടത്താനായി എന്നുള്ളതായിരുന്നു ആദ്യ ദിവസത്തെ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായ മനോഹര ശബ്ദമെങ്കിൽ തുടർന്ന് ഓരോ ദിവസങ്ങളിലും അനുഭവിക്കേണ്ടി വന്ന ഭീകരമായ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അമലയെപ്പോലെ സാമൂഹിക പ്രതിബദ്ധതയുടെ ദീർഘകാല അടയാളപ്പെടുത്തലുകളുള്ള ഒരു സ്ഥാപനത്തിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്നത്. ആദ്യത്തെ ദിവസം 30-ാം തീയതി രാത്രിയേറെ വൈകി ഏതാണ്ട് 12 മണിയോടെ ഞാനും ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും കൂടി ആസ്റ്ററിലെ കട്ടിലുകളിൽ രക്ഷപ്പെട്ടു വന്ന് കിടക്കുന്ന മനുഷ്യരെ കാണാൻ പോയത് മറക്കാനാകാത്ത ഓർമ്മകളുടെ ഒരു നിലവിളി ശബ്ദം കേട്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അതേ പ്രായമുള്ള ഒരമ്മ, അതേ ഉയരം, എൻ്റെ അമ്മയ്ക്ക് ഉയരം കുറവാണ്, കുറച്ച് അതേ ഉയരം. അവരെ ഓക്സിജൻ്റെ മാസ്ക് മാറ്റിയതിന് ശേഷം ആഞ്ഞാഞ്ഞു പൊട്ടിക്കരയുകയാണ്. ഞങ്ങൾ ചെന്ന് കൈപിടിച്ചപ്പോൾ അടുത്ത് നിൽക്കുന്ന സിസ്റ്റർ പറഞ്ഞു, ഇനിയും ഈ അമ്മ കരഞ്ഞാൽ ICUവിലേക്ക് മാറ്റേണ്ടി വരും, അത്ര ദുർബലയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീ. ഓക്സിജന്റെ മാസ്ക് എടുത്തു മാറ്റണമെന്ന് ബലം പ്രയോഗിച്ച് എടുത്തു മാറ്റിയതിന് ശേഷം കരച്ചിലല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല, ഉയർന്ന നിലവിളികൾ. ഞാൻ സ്നേഹപൂർവ്വം എൻ്റെ അമ്മയെപ്പോലെ ആ അമ്മയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മവും കൊടുത്ത് അമ്മയോട് പറഞ്ഞു, ഇനി കരയരുത്, കണ്ട കാഴ്ചകളൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതി അവസാനിപ്പിക്കുക, നമ്മളോടൊപ്പമുള്ള പുതിയ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു പുതിയ ലോകത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക. ആ അമ്മ എന്നോട് പറഞ്ഞു, മന്ത്രി എന്ന് വിളിച്ചല്ല, മോനെ എന്ന് വിളിച്ച് എന്നോട് പറഞ്ഞു, ഞങ്ങൾ 5-6 വീട്ടുകാർ ഒരുമിച്ച് താമസിക്കുന്നവരാണ്, 6-7 വീട്ടുകാർ, സുദേവൻ്റെ വീട്, നാസറിൻ്റെ വീട്, ബഷീറിൻ്റെ വീട്. ഞാൻ അവിടുത്തുകാരനെ പോലെ അമ്മ ഇങ്ങനെ പറയുകയാണ്, ആ നാസറിൻ്റെ വീട്ടിലെ 2 കുട്ടികൾ ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എൻ്റെ മക്കളെ പോലെ വളർത്തിയ 2 കുട്ടികൾ, അവരുടെ നിലവിളി എൻ്റെ ചുവട്ടിൽ നിന്ന് പോകുന്നില്ല. 11 വയസ്സായ താഴെയുള്ള മകൻ്റെ അനുജൻ്റെ തലയിലേക്ക് കോൺക്രീറ്റ് വീഴാതിരിക്കാൻ കുറച്ചുകൂടി ഉയരമുള്ള ചേട്ടൻ തലയിൽ കോൺക്രീറ്റ് താങ്ങി പിടിച്ച് ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരുടെ പേര് വിളിച്ചുറക്ക നിലവിളിക്കുകയാണ്. ഈ അമ്മ ഉൾപ്പെടെ 16 പേർ അവിടെ ഓടിയെത്തി. 10 മീറ്റർ അപ്പുറത്ത് നിന്ന് അവർക്ക് അപ്പുറത്ത് കിടക്കാനാകില്ല, ചളിയിൽ പൂണ്ട് നിൽക്കുകയാണ്. ഈ മക്കൾ പതുക്കെ താഴുകയാണ്. വടിയിട്ട് കൊടുത്തു, തോർത്തെറിഞ്ഞു കൊടുത്തു, ഉടുത്തിരിക്കുന്ന സാരി ഊരി അമ്മ വലിച്ചെറിഞ്ഞു കൊടുത്തു. ഒരറ്റത്ത് പിടിച്ചാൽ വലിച്ചു കയറ്റാനാകും എന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇവർ കണ്ടു നിൽക്കലേ, നിസ്സഹായരായി നോക്കുകുത്തികളായി കണ്ടു നിൽക്കലേ. അവസാനത്തെ മുടിയുടെ ഭാഗവും ചളി പുരണ്ട മണ്ണിലേക്ക് താഴ്ന്നുപോയി. അവരുടെ തലയിലിരിക്കുന്ന കോൺക്രീറ്റ് കൂടി പതഞ്ഞതിൻ്റെ താഴേക്ക് പോയി. ആ മക്കളെ കണ്ടുകിട്ടാനായിട്ടില്ല. എത്ര കണ്ണടച്ചാലാണ്, എത്ര വേണ്ടെന്ന് കരുതിയാലാണ് ഈ ചിത്രം മനസ്സിൽ നിന്ന് മായുക എന്ന അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ 2 ചെറുപ്പക്കാരായ മന്ത്രിമാർ ഞങ്ങൾ ഭീതിയോടെ നോക്കുകയല്ല, മറികടക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ നിയമസഭ പൂർണ്ണമായും അവിടെ വന്നു, മുഖ്യമന്ത്രി വന്നു, ദിവസങ്ങൾക്കകം പ്രധാനമന്ത്രി വന്നു. ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മലയാളിയുടെ ഒത്തൊരുമയുടെ ചിത്രങ്ങൾ പലതും നമ്മൾ നോക്കിക്കണ്ടു. തിരിച്ചു പിടിക്കണം നമുക്ക് ആ ചൂരൽമലയെ, വയനാടിനെ. ഞാൻ കഴിഞ്ഞ ദിവസം ജൂലിയസ് അച്ഛൻ വന്നപ്പോൾ
മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരങ്ങൾ പ്രകടിപ്പിച്ച കൂട്ടത്തിൽ അവിടുത്തെ ഒരു ബുറയിൽ ചടങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ബുറയിൽ ചടങ്ങിനെ കുറിച്ച് അവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള അവയവങ്ങളുടെയും മൃതശരീരങ്ങളുടെയും എണ്ണം കൃത്യമായി എടുത്താൽ 442 അതിൽ 178 പൂർണ്ണമായ മൃതശരീരങ്ങളും 2 മൃതദേഹ ഭാഗങ്ങളും നാം തിരിച്ചറിഞ്ഞ് ബന്ധപ്പെട്ടവർക്ക് കൈമാറിക്കഴിഞ്ഞു. ബാക്കിയുള്ള മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ഡീകമ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ബുറയിൽ നടത്തണം. പലയിടങ്ങളിലും പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെ കാലത്ത് ഗംഗാനദിയുടെ തീരത്ത് അടിഞ്ഞുകൂടപ്പെട്ട മൃതശരീരങ്ങൾ ഒരുമിച്ച് ഏതോ ഒരു JCB ഉപയോഗിച്ച് മാന്തി മണ്ണ് കുഴിച്ചെടുത്ത കുഴിയിലേക്ക് ഒരുമിച്ച് മൂടുന്നത് കണ്ട് ഭീതിയോടെ നിന്നവരാണ് കേരളീയർ. അങ്ങനെയല്ല കേരളം ആ ദുരന്തത്തെ കണ്ടത്. ഒറ്റ ദിവസം, ആദ്യത്തെ ദിവസം 184 ശരീരഭാഗങ്ങൾ, 34 പരിചയമില്ലാത്ത മൃതശരീരങ്ങൾ. സർവമത പ്രാർത്ഥന നടത്തി ശരീരഭാഗങ്ങൾ ഓരോന്നും കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കവറിൻ്റെ കൂട്ടത്തിൽ DNA ടെസ്റ്റിൻ്റെ നമ്പർ എഴുതി വെച്ച് DNA ടെസ്റ്റിൻ്റെ നമ്പർ മാഞ്ഞു പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ, ദ്രവിക്കാത്ത പ്ലാസ്റ്റിക് കുപ്പിയിൽ ആ നമ്പർ ഒരു കടലാസിൽ എഴുതിയിട്ട് മുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു റവന്യൂ ജീവനക്കാരനും 6 ചെറുപ്പക്കാരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളും മരണപ്പെട്ട മനുഷ്യനാരാണെന്നറിയാത്ത, കയ്യിലിരിക്കുന്ന അവയവം കൈയാണോ കാലാണോ ചെവിയാണോ കാൽപ്പത്തിയാണോ ഹൃദയമാണോ എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അത് എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മൃതശരീരമാണെന്ന കരുതലോടെ അവിടെ കൊണ്ട് നിക്ഷേപിക്കുന്ന കാഴ്ച 8.5 മണിക്കൂർ നേരം നിന്ന് കാണേണ്ടി വന്ന ഒരാളാണ് ഞാൻ. പെരുമഴയത്ത് ഞങ്ങൾ മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ, പേരറിയാത്ത നൂറുകണക്കിന് മനുഷ്യർ. ഏതു മൃതശരീരങ്ങൾ ഏതു കുഴിയിലേക്ക് പോകുന്നു എന്നറിയാൻ ആകെയുള്ളത് രജിസ്റ്റർ നമ്പറുകൾ മാത്രം. ഞാൻ മിനിഞ്ഞാന്ന് വൈകുന്നേരം പതാക ഉയർത്താൻ വേണ്ടി മലപ്പുറത്തേക്ക് പോരുമ്പോൾ ആ ശവകുടീരങ്ങളുടെ നടുവിലേക്ക് ഒന്നുകൂടി പോയി. സാധാരണ നിലയിൽ ഒരു ശവകുടീരം ഉണ്ടായാൽ അതിൻ്റെ പുറത്ത് ചൂടാറും മുമ്പേ ഒരു ഗ്രാനൈറ്റ് വരും. അതിൽ മരിച്ചവൻ്റെ പേര്, ജനിച്ച വർഷം, മരിച്ച വർഷം, വീട്ടും പേര്, കുടുംബ പേര്. പേരുപോലുമില്ലാത്ത 282 കുഴികൾ. പേരില്ലാത്ത മനുഷ്യർ, അവരുടെ പേരായി നിൽക്കുന്നത് കോൺക്രീറ്റ് കാലിൽ സ്ഥാപിച്ചിരിക്കുന്ന DNA ടെസ്റ്റിൻ്റെ നമ്പറുകൾ മാത്രം. ഇനി ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ രക്തസാമ്പിളുകളുമായി കൂട്ടിയോജിപ്പിച്ചാലേ ആ കുഴികൾക്കു താഴെ ഇവരുടെ ആരുടെയെങ്കിലും ബാക്കി ഭാഗങ്ങളുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനാകൂ. ചൂരൽമല ഒരു ദുരന്ത ഭൂമിയായി മാറിക്കഴിഞ്ഞ ചിത്രം നമ്മൾ കണ്ടു. പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ, ലോകത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ മലയാളി ഒന്നിച്ചു ചേർന്നു. ഏറ്റവും ചെറിയ സംഭാവനകൾ മുതൽ കോടിക്കണക്കിന് രൂപ വരെ ചൂരൽമലയുടെ പുനരധിവാസത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ എല്ലാവരും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പോയപ്പോൾ ഒറീസയിൽ നിന്ന് വന്ന് അച്ഛനും അമ്മയുടെയും മകളായി ഗർഭിണിയായ അമ്മയുടെ കൂട്ടത്തിൽ വന്ന് ഇവിടെ ജനിച്ച് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 1ാം ക്ലാസ് മുതൽ അവളുടെ അച്ഛൻ്റെ അപ്പൻ്റെ കീശയിലുള്ള ചില്ലറത്തുട്ടിൻ്റെ അവകാശിയായ ഒരു പെൺകുട്ടി 3 വർഷമായി കുടുക്ക അച്ഛൻ മേടിച്ചു തരാത്തത് കൊണ്ടൊരു പ്ലാസ്റ്റിക് കവറിൽ സ്വകാര്യമായി സൂക്ഷിക്കുന്ന നിധിശേഖരം പോലെ ആ കുട്ടി കരുതിയിട്ടുള്ള ചില്ലറത്തുട്ടുകൾ മന്ത്രി വരുന്നുണ്ട് എന്നറിഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദം പേടിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. കളക്ട്രേറ്റിൽ നോക്കി എണ്ണിയപ്പോൾ 1037 രൂപയും 50 പൈസയും ഉണ്ട് ആ കൂട്ടത്തിൽ. ഇന്ന് പുത്തൂരിലെ കാർഷിക ഭവനിൽ നടന്ന കുട്ടിക്കർഷകനുള്ള അവാർഡ് ദാനത്തിൽ ആ കർഷക ഡിപ്പാർട്ട്മെന്റ് ഗോവർദ്ധനൻ എന്ന 4ാം ക്ലാസ്സുകാരന് കൊടുത്ത കവറ് തുറന്നുപോലും നോക്കാതെ സ്നേഹപൂർവം കയ്യിൽ മാന്തി ഇത് മരിച്ചുപോയ ചൂരൽമലയിലെ എൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നപ്പോൾ സത്യത്തിൽ ഞാൻ വികാരഭരിതനായി. ഇവിടെ ഇരിക്കുന്ന പ്രമുഖരായിട്ടുള്ള മനുഷ്യർ ലക്ഷക്കണക്കിന് രൂപ ആ ദുരന്തം നടന്ന സമയം മുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ലക്ഷങ്ങളുണ്ട്, പതിനായിരങ്ങളുണ്ട്, കോടികളുണ്ട്, നമുക്ക് ചിന്തിക്കാനും എണ്ണാനും കഴിയാത്ത വിധത്തിലുള്ള കോടികളുണ്ട്. അതുമാത്രമായിരിക്കില്ല കേരളത്തിൻ്റെ പുനരധിവാസം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസുമായി ആദ്യത്തെ ദിവസം രാത്രി ഏറെ വൈകി ഓരോ കിടക്കയിലും കിടക്കുന്ന വികാരത്തിൻ്റെ കണ്ണീരൊപ്പാൻ നടക്കുന്ന നേരത്ത് എൻ്റെ വാട്സപ്പ് കോളിൻ്റെ കിളി ചിലച്ചു. അങ്ങനെ പറഞ്ഞാൽ ഒരു സന്ദേശം കൂടി വന്നിട്ടുണ്ട് എന്ന് വാട്സപ്പ് അറിയിച്ചു. ഞാൻ ആ സന്ദേശം തുറന്നു നോക്കി, എന്നെ അത്ഭുതപ്പെടുത്തി. ആ സന്ദേശത്തിൽ എന്നെക്കാൾ പ്രായം കുറഞ്ഞ എന്നാൽ
മക്കൾക്ക് ജന്മം കൊടുത്ത് അമ്മയായി മാറിയ ഒരു പെൺകുട്ടിയുടെ ഒരു 2 വരി കുറിപ്പാണ്. ആ കുട്ടി അതിൽ എഴുതി വച്ചിരിക്കുകയാണ്: മുലപ്പാല് കൊടുക്കുന്ന അമ്മമാരിൽ നിന്ന് നഷ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ നിറമാറുമായി ഒരമ്മ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നവരെ അറിയിക്കണം, എപ്പോഴും വരാൻ തയ്യാറാണ്. മലയാളത്തിനൊരു ദുരന്തമുണ്ടായാൽ നിറമാറുമായി പാല് കൊടുക്കാൻ കാത്തിരിക്കുന്ന മലയാളത്തിന്റെ മാതൃഹൃദയം കൂടി ചേർന്ന് നിൽക്കുന്നതായിരിക്കും വയനാട്ടിലെ പുനരധിവാസം എന്ന് അഭിമാനത്തോടെ ഈ മലയാളക്കര ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ മണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ഓർത്ത് അവർക്ക് ദുഃഖിക്കേണ്ടി വരാത്ത വിധം മലയാളത്തിന്റെ പുനഃസംഘടനയായിരിക്കും, ആ നാടിന്റെ പുനഃസൃഷ്ടിയായിരിക്കും ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗവൺമെന്റ് എന്ന പദം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കേവലം ഞങ്ങൾ ഭൂരിപക്ഷമുള്ള 99 പേരുടെ ഭരണപക്ഷമല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന 41 പേരും കൂടിയല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവുമല്ലാതെ ഒരു പക്ഷവുമില്ലാതിരിക്കുന്നവരുൾപ്പെടെ 3.5 കോടി മൂക്ക് താഴോട്ട് നിന്ന ലോകത്തെ മലയാളിയെയും മലയാളിയെ സ്നേഹിക്കുന്നവന്റെയും പേരിലായിരിക്കും ഒരു ഗവൺമെന്റ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പോകുന്നത്. അമലയുടെ പ്രഖ്യാപിതമായ പിന്തുണയ്ക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ആ സേവനങ്ങളെല്ലാം കൂട്ടി നിർത്തിക്കൊണ്ട് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ കാലം നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്ന അഭിമാനബോധത്തോടെ അമലയ്ക്ക് അതിൻ്റെ ദീർഘമായ വർഷങ്ങളെ താലോലിക്കാം. തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ ഗബ്രിയേൽ അച്ഛൻ്റെയും ഫാദർ പയസൂക്കൻ്റെയും ബ്രദർ സേവിയർ മാളിയക്കലിൻ്റെയും ഒക്കെ ഊഷ്മളമായ അനുഭവങ്ങൾ വരുന്ന തലമുറയ്ക്കൊരു പാഠപുസ്തകത്തിലെ അക്ഷരങ്ങൾ പോലെ വായിച്ചു പഠിച്ച് പുതിയ കാലത്തിൻ്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടെ ആർദ്രതയോടെ മനുഷ്യസ്നേഹത്തോടെ നിൽക്കാനാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യണം എന്നാണ് ജൂലിയസ് അച്ഛൻ പറഞ്ഞത്. വരി തെറ്റാതെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഈ 3 പദ്ധതികളും എത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുന്നു. 50 ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ സൗജന്യമായി നടത്താൻ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലെല്ലാം സർക്കാർ മാത്രം പോരാ, സർക്കാർ ഇതര ഏജൻസികളുടെ കൂടി പിന്തുണ അനിവാര്യമാണെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് സർക്കാരിന് കൂടി വേണ്ടി ആ 50 കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലൊരു വലിയ ശസ്ത്രക്രിയ സൗജന്യമായി നൽകാൻ തീരുമാനിച്ച അമലയുടെ മാനേജ്മെന്റിനോട് കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി നന്ദിയും കടപ്പാടും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.